ചിലപ്പോൾ നമ്മൾ ഡേറ്റ്സ് പിക്കിൾ കഴിക്കുമ്പോൾ ആ ടേസ്റ്റ് അങ്ങ് കൂടത്തില്ല. അതുപോലെയാണ് ഈ ബീട്രൂട്ട് സ്വീറ്റ് ആപ്പിൾസ്. ബീട്രൂട്ട് സ്വീറ്റ് അങ്ങനെ ഞങ്ങളും ഉണ്ടാക്കിയേട്ടോ. അപ്പോൾ വീഡിയോ എങ്ങനെയാണെന്നൊന്ന് കണ്ടാലോ. വലിയ ബീട്രൂട്ടിൻ്റെ പകുതി എടുത്ത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുക്കർ അടച്ചിട്ട് ഒന്ന് വേവിച്ച് എടുക്കാം. ഇതൊരു 2 വിസിൽ അടുപ്പിച്ചെടുക്കണം. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുള്ള ഈ ബീട്രൂട്ട് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്ത ഈ ബീട്രൂട്ട് ഒരു ചീനച്ചട്ടിയിലോ അല്ലെങ്കിൽ പാനിലോട്ടോ ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഒരു 3 സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഈ ബീട്രൂട്ടിലെ വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് 1 സ്പൂൺ നെയ്യ് അതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം 1 സ്പൂൺ നാരങ്ങ നീരും കൂടെ ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ആപ്പിളിൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. 1 സ്പൂൺ റോസ് വാട്ടറും കൂടെ ഇതിലോട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നെയ്ക്കകത്ത് വഴറ്റിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്താൽ കൂടുതൽ അടിപൊളിയായിരിക്കും. എനിക്ക് പക്ഷേ അതത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ഈ കാണുന്നത് പോലെ തന്നെ ഇത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയാണ്, ഈന്തപ്പഴച്ചാറ് കഴിക്കുന്ന പോലെ തന്നെ. അപ്പോൾ ബീട്രൂട്ട് ഇരിപ്പുണ്ടെങ്കിൽ ആരും മടിക്കണ്ട, പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്ത് നോക്കിക്കോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്